ശ്രീ സെനാപതി വേണു, ഈ കേന്ദ്ര ഏജൻസി ഇക്കാര്യത്തിൽ അന്വേഷണം ക്ഷമിക്കണം, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിന് കോൺഗ്രസ് ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇന്ന് ഒരു കേരളത്തിലെ ഈ മദ്യവിപത്തിനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്ന ഒരാളാണ് CVM സുധീരൻ. അദ്ദേഹമാണ് ഇന്ന് ആദ്യം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അദ്ദേഹം അസന്നിഗ്ധമായി ആവശ്യപ്പെട്ട ഒരു കാര്യം, ഈ കാര്യത്തെക്കുറിച്ച് CBIയുടെ ഉറപ്പായി. എങ്ങനെ അപ്പൊ പിന്നെ സതീശനും സുധാകരൻ ആവശ്യപ്പെടില്ല എന്ന് ഉറപ്പായി. അല്ല, തീർച്ചയായിട്ടും അവരും ആവശ്യപ്പെടുമല്ലോ. ഇവിടെ ബൽദേവ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതിന്റെ ഒന്ന്, ഇടതു മുന്നണിയിൽ ഈ കാര്യങ്ങളൊന്നും ചർച്ച ആരംഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു പീരിയഡ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 1-ാം തീയതി തുടങ്ങി മാർച്ച് 31. അപ്പൊ ഈ വർഷം തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോ ജൂൺ 4 ശേഷമേ ഇതിന്റെ ചർച്ച നടക്കൂ എന്നുള്ളതാണ്. പക്ഷെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സമിതി ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ചർച്ചകൾ നടക്കുമ്പോൾ ബാർ മുതലാളിമാർ ആഗ്രഹിക്കുന്ന രീതിയിൽ, അതല്ല എങ്കിൽ CPM-നും ഇടതുപക്ഷത്തിനും പണം കൊടുത്തുകൊണ്ട് അവര് ആഗ്രഹിക്കുന്ന രീതിയിൽ മദ്യനയം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ അഡ്വാൻസ് ആയിട്ട് തന്നെ അവർ ഈ കാര്യങ്ങൾ, അത് അനുമോന്റെ വാട്സാപ്പ് മെസ്സേജ് അത് പൂർണ്ണമായിട്ടും വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇത് കൈക്കൂലി കൊടുക്കുന്നതിന് വേണ്ടി തന്നെ. നമ്മളിപ്പോ ഇന്ന് ഈ ചർച്ച നടത്തുമ്പോൾ മറ്റ് ഈ ചാനലിൽ ഞാൻ കണ്ടില്ല, 1000 രൂപ കൈക്കൂലി മേടിച്ച ഒരു അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത നമ്മൾ കാണുന്നു. ഇന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു. വാർത്ത ഞങ്ങളും കൊടുത്തതാണ്. അതെ, ഞാൻ പറഞ്ഞത് 1000 രൂപ കൈക്കൂലി മേടിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിരിക്കുന്ന ഈ നാട്ടിൽ ഇവിടെ ഒരു ബാർ ഉടമ പറയുകയാണ് 2.5 ലക്ഷം വെച്ച് ഓരോ ബാറുകളും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അണക്കരയിലുള്ള ഒരു ബാറ് മാത്രമേ ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ, ബാക്കി ബാറുകൾ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി കൊടുക്കണം. കൊടുക്കണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇത് കൈക്കൂലിയല്ലേ, അഴിമതിയല്ലേ. അപ്പോ ഇത്രയും വലിയ ഒരു അഴിമതിക്ക് കളമൊരുക്കുമ്പോൾ ഇനി ബൽദേവിനോട് ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇടതുപക്ഷത്തിന്റെ നയം നിങ്ങൾ പറയുന്നു മദ്യ നിരോധനമല്ല, മദ്യവർജനം. ഈ മദ്യവർജനം എന്ന് പറഞ്ഞാൽ എന്താണ് സാർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മദ്യത്തിന്റെ ലഭ്യത കുറച്ചാലാണല്ലോ മദ്യവർജനം എന്തെങ്കിലും അതിന്റെ ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഈ നാടൊട്ടുക്കും കവലകൾ തോറും ഈ ബാറുകൾ പുതിയതായിട്ട് തുടങ്ങുക, അതോടൊപ്പം തന്നെ IT പാർക്കുകളിൽ ഇത് അനുവദിക്കുക, റെസ്റ്റോറന്റുകളിൽ ഇത് അനുവദിക്കുക, റിസോർട്ടുകൾക്ക് അവരുടെ കോമ്പൗണ്ടിനുള്ളിൽ നിൽക്കുന്ന തെങ്ങോ അല്ലെങ്കിൽ പനയോ ചെത്തി അവർക്ക് വിൽപ്പനയ്ക്ക് സ്വാതന്ത്ര്യം ഒരുക്കുക. ഇത് നിങ്ങൾ എന്താണ് ഈ മദ്യവർജനം എന്ന പദം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണല്ലോ ഞങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിനൊന്ന് അറിയാനുണ്ട്, എന്താണ് നിങ്ങൾ ആ കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ശിവശങ്കർ സാറ് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതിയെ ആ തുടക്ക കാലഘട്ടം മുതൽ തുറന്നു കാണിച്ചതാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്കുള്ള തർക്കം എന്താ? ഏപ്രിൽ മാസം 16-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു, 22-ാം തീയതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി പോലും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ജാമ്യാപേക്ഷയല്ല, അദ്ദേഹം പറഞ്ഞ എനിക്ക് ജാമ്യം വേണ്ട, അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജിയിൽ. അപ്പോൾ സുപ്രീം കോടതി പോലും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇദ്ദേഹം എന്താ രാജ്യദ്രോഹ കുറ്റം വല്ലതും ചെയ്തതാണോ, ഇല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വലിയ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ളതാണോ? ഇത് 2 കൊല്ലമായിട്ട് നിൽക്കുന്ന ഒരു ആരോപണമാണ്. ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഒരു മുന്നണിയുടെ നേതാവായിട്ട് നിൽക്കുന്നയാളെ ആ ഇലക്ഷൻ കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാതെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ 6-ാമത്തെ ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അത് തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതല്ലാതെ ഡൽഹി മദ്യനയ കേസിൽ അഴിമതി നടന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ നിരപരാധിയാണോ എന്നുള്ളതൊന്നുമല്ല. ആ കാര്യത്തിൽ കോൺഗ്രസിന്റെ സുവ്യക്തമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇവിടെയും ഞങ്ങൾ പറയുന്നു ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്, ബൽദേവ് സാർ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്നത് ഒരു അഴിമതിയുടെ ഘോഷയാത്രയല്ലേ കേരളത്തിൽ നടക്കുന്നത്. നിങ്ങൾ എന്ത് തൊട്ട് കഴിഞ്ഞാലും, അത് AI ക്യാമറയാണെങ്കിലും K-ഫോൺ ആണെങ്കിലും കമന്ന് വീണാൽ പണം എന്നുള്ള സ്ഥിതിവിശേഷമല്ലേ. ഇവിടെ ലൈഫിൽ വീട് കൊടുക്കുന്നു, അത് വിദേശത്ത് നിന്ന് കിട്ടിയ പൈസ കൊടുക്കുന്നത് 20 കോടി വന്നതിൽ 9.5 കോടി രൂപയും അഴിമതി പണമായിട്ട് കൈക്കൂലിയായിട്ട് പോകുന്നു. കേരളം ഒരു കൈക്കൂലി രാജായി CPM ഭരണത്തിൽ മാറുന്നു സാർ. അത് ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് സഹിക്കാവുന്നതിനും അപ്പുറത്തേക്ക് പോവുകയാണ്. നിങ്ങൾ ഈ കേരളത്തെ, ഇന്നിപ്പോ കേരളത്തിന്റെ സ്ഥിതിവിശേഷം എന്താണ്? മദ്യം, മയക്കുമരുന്ന്,
കൊട്ടേഷൻ മാഫിയ. കഴിഞ്ഞ ദിവസം നമ്മൾ ജനത്തിലും എല്ലാ TV ചാനലിലും കണ്ടതില്ലേ, 4 പേര് വളഞ്ഞു നിന്ന് ഒരു 3 അടി 4 അടി നീളമുള്ള വാക്കത്തി ഒരുത്തന്റെ നേരെ വീശുക. ഇത് തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിലോ വടക്കേ ഇന്ത്യയിലൊക്കെ പണ്ട് ഇല്ലെങ്കിൽ ചില ബാബു ആന്റണി സിനിമയിലൊക്കെ കാണുന്നത് നമ്മളിപ്പോ നേരിട്ട് കേരളത്തിൽ കാണുകയാണ്. ഈ നാട്ടിൽ പോലീസ് സംവിധാനം എവിടെ പോയിരിക്കുന്നു? ഇതുപോലെ മാഫിയകൾ അടിഞ്ഞാടാനുള്ള പ്രധാനപ്പെട്ട കാരണം സാർ ഈ പെട്ടിക്കട മുതൽ നിങ്ങൾ നടത്തുന്ന ഈ മദ്യവിൽപ്പനയാണ്. അങ്ങ് 96-ൽ AK ആന്റണി നടത്തിയ ചാരായ നിരോധനത്തെയൊക്കെ അദ്ദേഹം അങ്ങ് വളരെ പുച്ഛത്തോടെ പറയുന്നു. ആ ചാരായ നിരോധനത്തെ കേരളത്തിലെ സാധാരണക്കാരായ ഗ്രാമീണരായ വീട്ടമ്മമാർ അവർ നെഞ്ചിലേറ്റിയതാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളതൊക്കെ പിന്നീടുള്ള വിഷയം. അതിനെക്കുറിച്ചുള്ള അതിന്റെ ഒരു റഫറാൻഡം ഒന്നും അല്ല അവിടെ നടന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ കുടുംബങ്ങളിൽ സമാധാനം കൊണ്ടുവന്ന ഒന്നായിരുന്നു ഈ ബഹുമാനായ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ 712 ബാറുകൾ ഞങ്ങൾ നിരോധിച്ച് കേവലം 29 എണ്ണം മാത്രം അവശേഷിക്കുമ്പോൾ